الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فأي إخواني في الله مهانا يتابعي عبد الله بن شقيق رحمه الله أبو محمد عبد الله بن شقيق العقيلي رحمه الله وفاة آقنത് ഹിജറ 108 അദ്ദേഹം പറയാണ് كان أصحاب محمد صلى الله عليه وسلم لا يرون شيئا من الأعمال تركه كفر غير الصلاة كان أصحاب محمد صلى الله عليه وسلم محمد صلى الله عليه وسلم യുടെ അനുചരന്മാർ സഹാബത്ത് لا يرون شيئا من الأعمال അമലുകളിൽ നിന്ന് ഒന്നിനെയും അവർ കണ്ടിരുന്നില്ല തെറുക്കുഹു കുഫ്റുൻ അത് ഉപേക്ഷിക്കൽ കുഫ്റായിട്ട് ഉപേക്ഷ വരുത്തിയാൽ കുഫ്റാകുന്ന ഒരു അമലിനെയും അവർ മനസ്സിലാക്കിയിരുന്നില്ല കണ്ടിരുന്നില്ല ഗൈറ സ്വലാഹ് നിസ്കാരമൊഴികെ നിസ്കാരമല്ലാത്ത ഏതൊരു കർമ്മവും ഉപേക്ഷ വരുത്തിയാൽ കുഫ്റാകും എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ നിസ്കാരം അതിൽ ഉപേക്ഷ വരുത്തിയാൽ അത് കുഫ്റായിട്ടാണ് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു കാര്യം അത് വാജിബായ ഒരു കാര്യം ഫർദായ ഒരു കാര്യം അത് വാജിബല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ കുഫറിലാണ്. ഇപ്പോൾ നോക്ക്, നോമ്പ് ഒരാൾ അത് വാജിബല്ല, റമദാനിലെ നോമ്പ് നിർബന്ധമില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അയാൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ കാഫിറാണ്, സംശയമില്ല. സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമില്ല, അതുപോലെ തന്നെ ഹജ്ജ് നിർബന്ധമായൊരു കാര്യമല്ല, അതോ ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു കാര്യം നിർബന്ധമല്ല എന്നൊരാൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് കുഫ്റാണ്. എന്നാൽ നിസ്കാരം വാജിബാണ് എന്ന് വിശ്വസിക്കുകയും നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ മടി കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നിസ്കാരം ഒരുത്തൻ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, അയാൾ നിസ്കാരം വാജിബാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഉപേക്ഷ കുഫ്റാൻ. അങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ മറ്റേതു കർമ്മങ്ങൾക്കുമില്ലാത്ത പ്രാധാന്യം നിസ്കാരത്തിനുണ്ട്. മറ്റേത് കർമ്മങ്ങളും നിർബന്ധമായൊരു കർമ്മം നിർബന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉപേക്ഷ വരുത്തിയാൽ, അത് ഉപേക്ഷിച്ചാൽ അതൊരിക്കലും കുഫ്റാകുന്നില്ല. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം ഒരാൾ മടി കൊണ്ടോ മറ്റോ ഉപേക്ഷിച്ചാൽ തന്നെ നിസ്കാരം വാജിബാണ്, നിർബന്ധമാണ്, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ, നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് കുഫ്റായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. നമ്മൾക്കും അവർക്കുമിടയിലുള്ള, അഥവാ മുസ്ലിങ്ങൾക്കും കാഫിറുകൾക്കും ഇടയിലുള്ള കരാർ, വ്യത്യാസം, അത് നിസ്കാരമാണ്. ആരെങ്കിലും ഫമൻ തറകഹാ ഫഖദ് കഫർ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കുഫ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സഹാബത്ത് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മടി കൊണ്ടോ മറ്റോ ഉപേക്ഷ വരുത്തിയാൽ അത് കുഫ്റാണെന്ന് ആർക്കും തർക്കമില്ല. പക്ഷേ അത് കുഫ്റുൻ അക്ബർ, വലിയ കുഫ്റാണോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണോ, കുഫ്റുൻ ദൂന കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കുഫ്റാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം, തെളിവുകളുടെ പിൻബലമുള്ള അഭിപ്രായം, മടികൊണ്ടാണെങ്കിലും നിസ്കാരം ഉപേക്ഷ വരുത്തിയാൽ അത് വലിയ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിക്കണം. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ബുദ്ധിയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരം ഉപേക്ഷിക്കാനുള്ള ഇളവില്ല. യുദ്ധത്തിൽ പോലും നിസ്കാരമുണ്ട്, സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞിട്ട്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളൊരവസ്ഥ വിശ്വാസിക്കില്ല. അയാൾക്ക് ബുദ്ധിയുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. യാത്രയിലും മറ്റും അതിൻ്റെ റക്അത്തിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഇളവുണ്ടെങ്കിലും, അതുപോലെ തന്നെ ജംഅ് ചെയ്യേണ്ട അത്തരം സാഹചര്യങ്ങൾ 2 നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കുക എന്നുള്ള ഇളവുകളുണ്ടെങ്കിലും
നിസ്കാരം ഉപേക്ഷിക്കുക എന്നൊരു ഇളവ് ഇസ്ലാമിലില്ല. അതെത്ര മാരകമായ അസുഖം ബാധിച്ച് കിടക്കുന്നയാളാണെങ്കിലും അയാൾ നിസ്കരിച്ചിരിക്കണം. അയാൾക്ക് ബുദ്ധിയുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. അയാളുടെ ശരീരം തളർന്നു കിടക്കാൻ, അയാളുടെ ശരീരത്തിൻ്റെ ഒരു അവയവവും ചലിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾ നിസ്കരിക്കണം. ആ കിടപ്പിൽ നിസ്കരിക്കണം. അയാൾ നജസിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. നജസ് ഇസാലത്തുൻ നജാസ എന്ന് പറയുന്ന ഷർത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ നജസ് നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അയാൾ മഅദൂറാണ്. അയാൾ നജസ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കാൻ അയാൾക്ക് യാതൊരു റുഖ്സയും ഇളവുമില്ല. എത്ര രോഗികളാണ് ചെറിയ ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് ശരീരത്തിൽ നജസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഇങ്ങനെ മാറാരോഗം ബാധിച്ച് അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള രോഗികൾ നിസ്കാരം ഉപേക്ഷിക്കുന്നത്. എന്നാൽ അത് തീർത്തും തെറ്റായ കാര്യമാണ്. അറിവില്ലായ്മ കൊണ്ടാണ്. നജസ്സുണ്ട് എന്നുള്ള കാര്യം, ഇസാലത്തുൻ നജാസ, നജസ്സിനെ നീക്കം ചെയ്യുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. പക്ഷേ അയാൾ മഅദൂറാണ്, അയാൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. പക്ഷെ ഒരാൾക്ക് വസ്ത്രമല്ല, അയാൾ വിവസ്ത്രനാണ്, അയാൾ വസ്ത്രം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ടു, അയാൾക്ക് വസ്ത്രം നിഷേധിക്കപ്പെട്ടു, അയാൾ വിവസ്ത്രനാണ്, ഒരു വസ്ത്രവുമില്ല. സത്റുൽ ഔറ എന്ന് പറയുന്ന ഷർത്ത് അതിനെ തൊട്ട് അയാൾ മഅദൂറാണ്. അയാൾ ആ അവസ്ഥയിൽ വിവസ്ത്രനായിട്ടാണെങ്കിൽ നിസ്കരിക്കണം. നിസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരു ഇളവും ഇസ്ലാമിലില്ല. അയാൾക്ക് ബുദ്ധിയുണ്ടോ അയാൾ നിസ്കരിച്ചിരിക്കണം. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്, കുഫ്റാണ്. അത് വലിയ കുഫ്റാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ കാഫിറാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ഒരു വ്യഭിചാരത്തേക്കാൾ, കൊലപാതകത്തേക്കാൾ, മോഷണത്തേക്കാൾ, മദ്യപാനത്തേക്കാൾ ഒക്കെ ഗുരുതരമായ തിന്മയാണ് ഒരു നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന, ചെറിയ കാരണങ്ങൾ കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രോഗികൾ. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് കുഫ്റാണ്, വലിയ തിന്മയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ വിഷയത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അത് പഠിപ്പിക്കണം. അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് നമ്മളതിൻ്റെ അപകടം, ഗൗരവം വ്യക്തമാക്കി കൊടുക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം നിലനിർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം. അത് ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജമാഅത്ത് നിസ്കാരം ഒരു പുരുഷന് നിർബന്ധമാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.